ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറുവാണേ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ പോയതും പിന്നെ അച്ഛനെ സർപ്രൈസ് ആക്കിയതൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. പേരാമ്പ്രയിലെ പാലൂതയിലായിരുന്നു ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പരിപാടിക്കും പാലൂതയിൽ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങളൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഓർഡർ ചെയ്തത്. ഹാഫ് kg ഞങ്ങൾ അത്ര പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഹാഫ് kg കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ആംബിയൻസിൽ നല്ല കേക്കും ഡെസേർട്ട്സും ഒക്കെ കിട്ടുന്ന സ്പോട്ടാണ് പാലൂത. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനും നല്ല രസമാണ്. അവിടുത്തെ ചേട്ടൻ കേക്കൊക്കെ നമുക്ക് സെറ്റാക്കി തന്നു. അപ്പോഴാണ് നമ്മൾ ഓർത്തത് കുറച്ചൊരു സാധനങ്ങൾ വാങ്ങാണ്ട് മഴയത്ത് ഈ കേക്കും പിടിച്ച് നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായതുകൊണ്ട് ഞങ്ങൾ കേക്ക് അവിടെ തന്നെ വെക്കാൻ പറഞ്ഞു. കുറച്ച് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് പോയി. അവിടെ പോയപ്പോൾ ഗിഫ്റ്റിൻ്റെ ഷോപ്പ് കയറിയപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് സ്റ്റക്കായിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാറിൻ്റെ ടോയ്സൊക്കെ. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം സ്റ്റക്കായിപ്പോയി. ആക്ച്വലി അച്ചുവിൻ്റെയും കൂടെ ബർത്ത്ഡേ ആണ് മെയ് 25. അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സ്പോട്ടിൽ ഞങ്ങൾക്ക് നല്ല ഗിഫ്റ്റൊന്നും കിട്ടിയില്ല അവൾക്ക് പറ്റിയത്. സോ ഞങ്ങളൊരു ചെറിയ സാധനം അവൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് അവളുടെ ഫോട്ടോ പ്രിൻ്റ് എടുത്തു. സർഗയിൽ പോയിട്ടായിരുന്നു പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു കൊച്ചു വയലിൽ ഇട്ടിട്ട് അവൾ കുറച്ച് എസ്തെറ്റിക്കായിട്ട് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് ഇത് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാം, കൂട്ടത്തിലൊരു ജേണൽ ബുക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശ്രീലക്ഷ്മി പോയി അവിടെ നിന്നൊരു മസാല ദോശ ഓർഡർ ചെയ്തു. ഞാനും പാച്ചുവും കൂടിയാണ് ഒരു മസാല ദോശ കഴിച്ചത്. കാരണം ശ്രീലക്ഷ്മിയിലെ ഒരു മസാല ദോശ മുഴുവൻ കഴിക്കണമെങ്കിൽ നല്ല വിശപ്പ് വേണം. ഞങ്ങൾക്ക് അത്രയും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, മസാല ദോശ കഴിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾ രണ്ടുപേരും ഒരു മസാല ദോശ ഓർഡർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് പാലൂതയിൽ പോയി ഓർഡർ ചെയ്ത കേക്കൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. പാച്ചു മഴയത്ത് ഇതിങ്ങനെ തട്ടിപ്പോവുക എന്നൊക്കെ പേടിച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തി രാത്രിയായി. അച്ഛനൊന്നും അറിയാണ്ട് കേക്ക് സെറ്റ് ചെയ്ത് അച്ഛൻ്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. കാരണം അച്ഛനിങ്ങനെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് ഇടയ്ക്ക് വന്നു നോക്കുന്നത് കൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാച്ചു ആണ് ഇതിൻ്റെ ഫുൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത്. കാരണം എനിക്കിതൊന്നും വലിയ പിടിയുള്ള പരിപാടിയല്ല. ഞാൻ എന്ത് ചെയ്താലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്നുള്ളൊരു ടൈപ്പ് ആയതുകൊണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് പാച്ചു ആണ്. അങ്ങനെ 60ൻ്റെ നിറവിൽ നിൽക്കുന്ന അച്ഛന് 60ൻ്റെ ഒരു ക്യാൻഡിലും കൂടി കത്തിച്ച് കഴിഞ്ഞാൽ അച്ഛന് ചെന്ന് കൊടുക്കാം. അച്ഛൻ സർപ്രൈസ് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, എങ്കിലും അച്ഛന് കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ കേക്ക് നമ്മൾ അച്ഛന് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു അച്ഛ. അമ്മയെ കൊടുക്കണ്ടേ, ഒരു കഷ്ണം കൊടുക്ക്, നല്ല വലിയ കഷ്ണം കൊടുക്ക്. എനിക്ക് കുറച്ച് അമ്മയ്ക്കും വലിയ കൊടുക്ക്. വയസ്സായില്ലേ? പോയിട്ട് പോ. മൊത്തം വരടോ. സുഖപ്പെട്ടിലായിട്ട് ഞാൻ കഴിച്ചു. 60 വയസ്സായി. ഇപ്പോൾ ഇന്ന് ആഘോഷിക്കുന്നത് ഷഷ്ടി പൂർത്തിയാണല്ലോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ 60 വർഷത്തെ കുറിച്ച്? ഈ 60 വർഷം സംഭവം പറയാൻ പോലും പറ്റില്ല. സംഭവബഹുലമായ 60 വർഷങ്ങളാണ് കടന്നുപോയത്.
ജീവിതത്തിന്റെ വഴിത്താരകളിൽ അനുഭവിച്ച കഠിനമായ യാതനകളും കല്ലും നമ്മൾ രണ്ടുപേരും സന്തോഷങ്ങളും ഒക്കെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഹാപ്പി ഓർ നോട്ട്? ഹാപ്പി. ഹാപ്പി. നിരാശയില്ല. നിരാശയൊന്നുമില്ല. ഹാപ്പി മാൻ. അപ്പൊ ഓക്കെ ബൈ.